ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ നാളത്തെ ചെമ്പനീർ പൂവിൻ്റെ റിവ്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ, സച്ചി വരുന്നുണ്ട്. സച്ചി വരുമ്പോൾ പൂക്കട കാണുന്നില്ല. പൂക്കട നോക്കുമ്പോൾ നമ്മുടെ രേവതി എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഉമർത്ത് അങ്ങനെ ചെന്നിട്ട് വയ്ക്കും, പൂക്കട എവിടെ കാണുന്നില്ലല്ലോ പറയുമ്പോൾ എല്ലാം പോയി എന്ന് പറയും. അപ്പോൾ സച്ചി ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ രേവതിയോട്, എന്താ പറ്റിയത്, നമ്മുടെ പൂക്കട എവിടെ പറയുമ്പോൾ എല്ലാം പോയി സച്ചേട്ടാ, അവർ വന്ന് പൂക്കട എവിടുന്ന് പൊളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ആരത് ചെയ്ത് വയ്ക്കുമ്പോൾ കോർപ്പറേഷനാണ് വന്നത് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിൽ സച്ചിക്ക് മനസ്സിലായി ആരോ ഇവിടുന്ന് പറഞ്ഞിട്ടാണ് അത് എടുത്തുകൊണ്ട് പോയത് പറയും. അപ്പോൾ സച്ചിക്ക് ബലമായ സംശയം ശ്രുതിനെയും മറ്റേ എന്താ പറയുക ചന്ദ്രേനെയാണ് കേട്ടോ. അപ്പോൾ പറയും, ഇത് ആര് ചെയ്താലും ശരി, ഞാനിത് ആരാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ തരാൻ ബാക്കി എന്നങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ രേവതി നമുക്ക് ആകെ കരഞ്ഞ് തളർന്ന് കുറേ സച്ചിനെ കെട്ടിപ്പിടിച്ചൊക്കെ കരയുണ്ട്. പറയുന്നത് വിഷമിക്കാതിരിക്കുക, ആര് നമ്മളെ തോൽപ്പിച്ചാലും നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റില്ല, നമുക്ക് ജയിച്ചാലേ പറ്റുള്ളൂ, അതുകൊണ്ട് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അങ്ങനെ പറയും. അതിൽ ശ്രുതിയും ചന്ദ്ര ഇങ്ങനെ ആഘോഷിക്കുകയാണ്. കാരണം ഇനി ഈ പേരും പറഞ്ഞ് ആരും വരില്ലല്ലോ, പൂക്കാരി ഇതൊന്നും വിളിക്കുകയൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ബാമയ്ക്ക് കുറേ അറിയാം സംഭവം എന്താണെന്നുള്ളത്. അപ്പോൾ പിന്നെ എളുപ്പം പിടുത്തം കിട്ടും ആരാണിത് ചെയ്തതെന്നുള്ളത് കേട്ടോ. അങ്ങനെ നമ്മളെ പിന്നെ സച്ചി പാവം കരഞ്ഞ് തളർന്നിരിക്കുകയാണ് രേവതി. അങ്ങനെ ഭക്ഷണമൊക്കെ വാങ്ങി കൊടുന്ന് രേവതിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയും, എനിക്കൊന്നും വേണ്ട സച്ചിയായിട്ട് അറിയും, നീ വിഷമിക്കാതിരിക്കുക, നമ്മൾ ഇതിലും വലുത് നമ്മൾ ചെയ്യും, നീ വിഷമിക്കാതിരിക്കുക, എന്നിട്ട് നീ ഭക്ഷണം കഴിക്കുക, ഒന്നും കഴിക്കാതിരിക്കല്ലേ എന്ന് പറയും. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ പാവം പോയിരിക്കേണ്ടത്, ആടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ പരിഹസിക്കില്ലേ. അപ്പോൾ പാവം ടെറസിൻ്റെ മുകളിൽ പോയിരിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ നമ്മുടെ സച്ചി നമ്മുടെ രേവതിക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയൊക്കെ ചെയ്യാണ്. ഇനിയാണ് നമ്മളുടെ സച്ചിയുടെ പടപ്പുറപ്പാട്. അങ്ങനെ തോറ്റു കൊടുക്കാൻ സച്ചി തയ്യാറല്ല. കാരണം ഇനിയും ഇത് പിന്നെ പൂക്കട തുടങ്ങും എന്ന് ഉള്ള ഒരൊറ്റ വാശിയില്ല സച്ചി. അപ്പോൾ സച്ചി രേവതിയോട് പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ആര് തകർക്കാൻ നോക്കിയാലും നമ്മൾ തകർന്ന് തരിപ്പണായി പോവില്ല, നമ്മൾ രക്ഷപ്പെടും, നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു നല്ല സർപ്രൈസ് കൊടുക്കുകയാണ് രേവതിക്ക് നമ്മുടെ സച്ചി കേട്ടോ. അപ്പോൾ എന്തായാലും നാളത്തെ നമുക്ക് കാണാം, നമുക്ക് ഈ ആഴ്ചത്തെ ഇത് കാണാം. എന്തായാലും കുറച്ച് സങ്കടമൊക്കെ ആയിട്ടാണെങ്കിലും രേവതിക്ക് സന്തോഷം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇനി സച്ചി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആരും മിസ് ചെയ്യാണ്ട് നമ്മളുടെ പിന്നെ ചെമ്പനീർ പൂവ് കാണാം. ഓക്കെ, അപ്പോൾ നാളത്തെ പ്രമോ ഇങ്ങനെയാണ്. ഓക്കെ, ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഓക്കെ, ബൈ.